നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരാരോടൊക്കെ ഏറ്റുമുട്ടുമെന്ന് തീരുമാനമായി കഴിഞ്ഞല്ലോ. ആര് ജയിക്കും? പ്രഡിക്ഷൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ദി അത്ലറ്റിക്കിൻ്റെ പ്രഡിക്ഷനാണ് നമ്മൾ ഇത്തവണ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏപ്രിൽ 8-നും 9-നുമാണ് ആദ്യപാദ മത്സരങ്ങൾ. അതിനുശേഷം ഏപ്രിൽ 15-നും 16-നുമാണ് രണ്ടാം പാദ മത്സരങ്ങൾ. സോ ആദ്യപാദത്തിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങൾ ഓരോന്നെടുത്താൽ പാരീസ് സെന്റ് ജെർമൻ വേഴ്സസ് ലിവർപൂൾ ഏപ്രിൽ 9-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 കളി. ആര് ജയിക്കും? ഗലറ്റസരായിയെ രണ്ടാം പാദത്തിൽ മലർത്തി അടിച്ചിട്ടാണ് ലിവർപൂൾ വരുന്നതെങ്കിൽ ചെൽസിയെ മുക്കി താഴ്ത്തിയിട്ടാണ് PSG വരുന്നത്. സോ ടഫ് കോളാണ് ആര് ജയിക്കും എന്ന് പറയുക. പക്ഷേ ഇപ്പോഴത്തെ ലിവർപൂളിൻ്റെ ഫോം വെച്ച് രണ്ട് പാദ മത്സരങ്ങളിൽ PSG മറികടക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല. സോ PSG വിന്നറാവാനുള്ള സാധ്യതയാണ് കൂടുതലെന്നാണ് ദി അത്ലറ്റിക്കിൻ്റെ വിലയിരുത്തൽ. സോ PSG വേഴ്സസ് ലിവർപൂൾ, PSG ഈസ് ദി വിന്നർ. പ്രഡിക്ഷനാണ്. അടുത്ത റയൽ മാഡ്രിഡ് വേഴ്സസ് ബയൺ മ്യൂണിക്ക് ഏപ്രിൽ 8-നാണ് കളി നടക്കുക. ഇത് വല്ലാത്തൊരു പോരാട്ടമായിരിക്കും. ഒരു യൂറോപ്യൻ ക്ലാസിക്കോ എന്ന് പറയാവുന്ന കളിയാണ്. ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ നിലവിലെ ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ണും പൂട്ടി പറയും ബയൺ മ്യൂണിക്കാണെന്ന്. പക്ഷെ മറുഭാഗത്ത് ആരാ? റയൽ മാഡ്രിഡാണ്. എഴുതി തള്ളാൻ പറ്റില്ല. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആകുമ്പോൾ അവർക്കൊരു പ്രത്യേക വീര്യം അങ്ങ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ബയൺ ജയിക്കുമെന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായിട്ട് ഒരു പ്രവചനം നടത്താൻ ബുദ്ധിമുട്ടുള്ളതാണ്. എങ്കിലും ഇൻസ്റ്റിങ്ക്റ്റീവ്ലി നമ്മൾ പറയും ബയൺ ആയിരിക്കും ജയിക്കുക എന്ന്. ബട്ട് തീർച്ചയായിട്ടും റയലിനൊരു സാധ്യതയുണ്ട്. അടുത്തൊരു കളി നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോരാട്ടമാണ്. ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലുള്ള പോരാട്ടം. എന്തായിരിക്കും ആ കളി? ഏപ്രിൽ 9-ന് പുലർച്ചെ 12:30 ആദ്യപാദം ബാഴ്സയുടെ മൈതാനത്ത്, രണ്ടാം പാദം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനത്ത്. ആര് ജയിക്കുമെന്ന ചോദ്യം തീർച്ചയായിട്ടും ബാഴ്സലോണക്ക് അവരുടെ ഡിഫൻസിലെ ചില ഷോർട്ട് കമ്മിങ്സ് ഈ കിരീടം ചൂടുന്നതിൽ നിന്ന് അവരെ തടഞ്ഞേക്കാം. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നല്ല ഫെയർ മാർജിനിൽ തന്നെ ബാഴ്സ ഇത്തവണ പരാജയപ്പെടുത്തുമെന്നാണ് ദി അത്ലറ്റിക്കിൻ്റെ നിരീക്ഷണം. അതിൻ്റെ കാരണം ഇപ്പോൾ കോപ്പ ഡെൽ റേയിൽ കിട്ടിയ പണി അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു പ്രകടനം ഈ ചാമ്പ്യൻസ് ലീഗിലെ ദിവാദ മത്സരങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അടുത്ത കളി സ്പോർട്ടിങ്ങും ആഴ്സണലും തമ്മിലാണ്. സ്പോർട്ടിങ് ബോഡോ ഗ്ലിംറ്റിൻ്റെ അസാമാന്യമായ കുതിപ്പ് അവസാനിപ്പിച്ചിട്ട് വരികയാണ്. പക്ഷേ മറുഭാഗത്തുള്ളത് ആഴ്സണലാണ്. മറക്കണ്ട. കളി ഏപ്രിൽ 8-നാണ്. ലിസ്ബണ് പോയിട്ട് കളിക്കുമ്പോഴേ ആഴ്സണലിന് പണി കിട്ടിയില്ലെങ്കിൽ, വലിയ പരിക്കൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം പാദത്തിൽ ആഴ്സണൽ സ്പോർട്ടിങ്ങിനിട്ട് പണി കൊടുക്കും. ആഴ്സണൽ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രഡിക്ഷൻ. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ റയൽ വേഴ്സസ് ബയൺ മത്സരത്തിൻ്റെ പ്രഡിക്ഷൻ പറയുക ബുദ്ധിമുട്ടാണ്. എന്തും സംഭവിക്കാം. പക്ഷേ കൂടുതൽ സാധ്യത ബയണിനാണ്. സ്പോർട്ടിംഗ് വേഴ്സസ് ആഴ്സണൽ മത്സരത്തിൽ ആഴ്സണൽ ജയിച്ചു കയറുമെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ ബാഴ്സ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം ബാഴ്സ നേടുമെന്നാണ് പറയുന്നത്. PSG വേഴ്സസ് ലിവർപൂൾ പോരാട്ടത്തിൽ PSG ജയിക്കും എന്നും ഇപ്പോൾ ദി അത്ലറ്റിക് പ്രവചിക്കുന്നു. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.